വാ മോള് വാ. അർച്ചനയെ കാർത്യായനിയുടെ വീട്ടിലെത്തിക്കുന്ന രാജപ്പൻ. അർച്ചന ആരുമായും ഫോണിൽ ബന്ധപ്പെടരുതെന്ന് കാർത്യായനിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആംബ്രോസ്. ചേച്ചി ആ ഫോൺ അടിച്ചു മാറ്റണം. സുധി അർച്ചനയെ തേടി അമ്പാടി വീട്ടിലെത്തിയെങ്കിലും നിരാശനായി മടങ്ങുന്നു. രാത്രിമഴ തുടരുന്നു. എന്നിട്ട് സാർ രേവതിയെ കണ്ടോ? കണ്ടില്ല ദിനേശ. അർച്ചനയുടെ കുഞ്ഞമ്മയല്ലാതെ ആ വീട്ടിൽ ആരുമില്ല. ഞാൻ കയറി നോക്കിയതാ. ആ എങ്കിൽ അർച്ചനയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് രേവതി എന്നോട് പറഞ്ഞത് കള്ളമായിരിക്കും. അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കള്ളം പറയാൻ മടിക്കുന്ന കൂട്ടത്തിലല്ല. അവള് പശ്ചാത്താപം തോന്നിയിട്ടാ ദിനേശിനെ വിളിച്ചതെന്നല്ലേ പറഞ്ഞത്? അങ്ങനൊന്നും ആയിരിക്കില്ല സാറേ. ഈ ജന്മം അവൾക്ക് അങ്ങനെ ഒരു മാറ്റം വരും തോന്നില്ല. ആ ദിനേശൻ അവളെ വിളിച്ച്. റിങ് ചെയ്യുന്നുണ്ട് സാറേ. കോള് കട്ട് ചെയ്തു സാറേ. എന്നെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി അന്ന് അവൾ വിളിച്ചതായിരിക്കും. ദിനേശിനെ രേവതിയുടെ നമ്പർ ഒന്ന് എനിക്കിതാ. ഇതാ സാറേ. സന്ധ്യ കഴിഞ്ഞല്ലോ. സുധി ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. മോൾ അവനെ ഒന്ന് വിളിക്ക. ഞാൻ വിളിച്ചു, വന്നോണ്ടിരിക്കേ. ഇനി ഇന്ന് നിങ്ങൾ പോണ്ട. ഒരു ദിവസം നിങ്ങളിവിടെ കഴിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? അതെ, വന്നെന്ന് തോന്നുന്നു. സോറി, താനിവിടെ ഇരുന്ന് ബോറടിച്ചായിരുന്നോ? എനിക്കെന്റെ വീട്ടിൽ എങ്ങനെ ബോറടിക്കാനാ? പിന്നെ സുധി ഊണ് കഴിക്കാനെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചു. വാ. ഊണ് സമയത്ത് ഞങ്ങൾ ശ്രുതിയെ വെയിറ്റ് ചെയ്തു. ചെന്ന് പെട്ടുപോയെങ്കിൽ നിരഞ്ജന മുഷിയുണ്ടെന്ന് കരുതിയാ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. നാളെ വരുള്ളെന്ന് ജയന്തിയെ വിളിച്ചെന്ന് പറ. അത് പറ്റത്തില്ല ആൻറ്റി. ചെന്നിട്ട് എനിക്ക് ബാങ്കിൽ കുറച്ച് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. ഞങ്ങള് മറ്റൊരു ദിവസം വരാം. എന്താ നിരഞ്ജന? സുധി ഇന്നലെ പറഞ്ഞതാ കുറച്ച് ജോലി തീർക്കാനുണ്ടെന്ന്. കുറച്ചു ദിവസം ഇവിടെയും വന്ന് നിൽക്കാം. സദാ നിങ്ങളെ ഓർത്ത് 2 മനുഷ്യജന്മങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ചെല്ല, ഇനി വൈകണ്ട. ആ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. വിളിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടാ വന്നെന്ന് പറയണ്ട. മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നെന്നാ ഞങ്ങൾ അമ്മയോട് പറഞ്ഞത്. ജയന്തി വിളിച്ച അങ്ങനെ തന്നെ പറയാം. ശരി ശരി അമ്മ. ശരി. അവര് പോയിട്ട് തിരിച്ചെത്തിയോ? എത്തി. എവിടെ പോയെന്നാ പറഞ്ഞേ? നിങ്ങൾ ഒയ്യാരത്തേക്കല്ലേ പോയത്? അല്ല, ഞങ്ങൾ പോയത് മറ്റൊരു കാര്യത്തിനാ. ഇന്ന് ഞങ്ങൾ പോയൊരു പെൺകുട്ടിയെ കണ്ടു. ഏത് പെൺകുട്ടിയെ? ഒരു പാവം പെൺകുട്ടി. ഒരു 17 വയസ്സ് വരും അവൾക്ക്. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാ. അതിന് ഇവിടെ ഇപ്പോ ഒരു ജോലിക്കാരിയുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ അവളെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ പിഴച്ചുണ്ടായ ഗർഭം. അപ്പൊ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ. ആ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്താൻ പോവാന്ന്. സുധി, പിന്നെ ഞങ്ങൾ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വേണ്ടേ? നീ എന്തിനുള്ള പുറപ്പാടിലായിരുന്നു എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ.
ഈ കുടുംബത്തിലേക്ക് ഒരു അനാഥ കുട്ടിയെ കയറ്റി എന്നോട് വെല്ലുവിളിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഈ കുടുംബത്തിൽ കയറ്റാതിരുന്ന പോരെ. ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ കൈകടത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാനതിന് നിന്നെ സമ്മതിക്കില്ലടാ. ഈ കാര്യത്തിൽ ആരുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഒരിക്കൽ നിങ്ങളെ അനുസരിച്ചവനാ ഞാൻ. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ദേ ഇവളും. ഇവളെ ശിക്ഷിക്കുന്നത് നീയാ. ചതിക്കാ നീ ഇവളെ. ഞാൻ കരുതിയതിനേക്കാളൊക്കെ ഭയങ്കരനാ നീ. സ്വന്തം അച്ഛനോടും അമ്മയോടും താലി കെട്ടിയ പെണ്ണിനോട് കൊലച്ചതി ചെയ്യുന്ന നിന്റെ ഈ മനസ്സുണ്ടല്ലോ, വിഷമാ നിറയെ. നിന്നെ പോലൊരു മകനെ പ്രസവിച്ചതോർത്ത് ലജ്ജിക്കാടാ ഞാൻ. ലജ്ജിക്കല്ല വേണ്ടത്, സഹതപിക്കുക. ഇവളെ എന്റെ ഒപ്പം നിർത്താനാ ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇവള് പോകുന്നെങ്കിൽ പോട്ടെ. എന്നെപ്പോലൊരു ദുഷ്ടൻ്റെ ജീവിക്കേണ്ട പെണ്ണല്ല ഇവള്. നീ പൊയ്ക്കോ മോളെ, അല്ലെങ്കിൽ ജീവിതത്തിൽ നീ തോറ്റുപോകും. അച്ഛൻ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്തിലും വലുത് തറവാട്ട് മഹിമയല്ലേ? അതേടാ, ഇതുവരെ തലയെടുപ്പോടെ മാത്രമേ വിശ്വാസം നിന്നിട്ടുള്ളൂ. എന്റെ തല കുനിപ്പിച്ച് കളയാമെന്ന് നീ കരുതിയ അത് നടക്കില്ല. ഞാനും അത് ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ജയിച്ച് തന്നെ നിൽക്കണം. പെരുമ്പടപ്പ് കുടുംബത്തിൽ ഒരു അനാഥ കുട്ടിയെ ദത്തെടുത്തെന്ന് ലോകം അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചെയ്തത് വലിയ ചതിയാണെങ്കിലും ഞാനത് തിരിച്ചു ചെയ്യില്ല. ആ ഔദാര്യം ഞാൻ നിങ്ങളോട് കാണിക്കാം. ഞാൻ ഇന്നു മുതൽ ലോകത്തോട് വിളിച്ചു പറയാൻ പോവാ, എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന്. നിങ്ങളും അത് വിശ്വസിച്ചേ തീരൂ. 2.5 മാസം പ്രഗ്നന്റ് അവള്. നടരാജൻ മാമ ഉൾപ്പെടെ എല്ലാവരും ഇത് വിശ്വസിക്കണം. ആ പെൺകുട്ടിക്ക് 6 മാസമാണ്. അവള് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായി ഞങ്ങൾ ഈ നാട് വിടും. പിന്നെ തിരിച്ചു വരുന്നത് 1-2 വർഷം കഴിഞ്ഞ. എനിക്ക് ഇവളിൽ ജനിച്ച കുഞ്ഞാണെന്ന് ലോകം വിശ്വസിക്കാൻ അത് മതി. പിന്നെ നിങ്ങളിത് പുറത്തു വിട്ടാൽ പെരുമ്പടപ്പ് വിശ്വനാഥന്റെ മകൻ വളർത്തുന്നത് ഏതോ പെണ്ണ് പിഴച്ചു പെറ്റ് തെരുവിൽ ഉപേക്ഷിച്ച അനാഥ കുഞ്ഞാണെന്ന് ലോകം പറയും. അയ്യോ വിശ്വട്ടാ, സുധി പറഞ്ഞ എന്താന്ന് വല്ല ബോധമുണ്ടോ? ഉണ്ടോ സുധി? നിരഞ്ജന എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇതങ്ങനെയാണോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് എന്തിനാ? അതോ, ഇതിന്റെ കൂടെ മറ്റൊരു ഡ്രാമ, ഗർഭനാടകം. സുധി, നിരഞ്ജനയ്ക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയുമെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കുക. സുധി, എനിക്ക് അത് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അത് വേണം. നമ്മുടെ കുഞ്ഞ് അഡോപ്റ്റ് ചെയ്താണെന്ന് വേറെ ആരും അറിയാൻ പാടില്ല. ആ കുഞ്ഞ് കരുതണം അതിന്റെ അച്ഛനും അമ്മയും നമ്മളാണെന്ന്. എല്ലാം കണക്കൂട്ടി തന്നെയാണ് ഞാനത് പറഞ്ഞത്. ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടാൻ 4 മാസം സമയമെടുക്കും. നമ്മൾ പറയുന്നതനുസരിച്ച് നിരഞ്ജനയുടെ ഇല്ലാത്ത ഗർഭത്തിന് 6.5 മാസം. അതിന് കുറച്ചു മുമ്പ് നമുക്കിവിടുന്ന് മാറി താമസിക്കാം. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണ്ടേ? നമുക്ക് ചെന്ന് ആ പെൺകുട്ടിയെ കാണാം. അവളുടെ ഗർഭം നിരഞ്ജനയുടേതാണെന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മാത്രം മതി. ഇതൊരു കണക്ക് ചോദിക്കലല്ല. നിരഞ്ജനയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്യണം. സുധി ഓരോ നിമിഷം എന്നെ അമ്പരപ്പിക്കുക. സുധിയുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പ്രവചനാതീതമാ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സുധിയെ. എന്റെ പ്രവൃത്തികൾ എന്തു തന്നെയായാലും നിരഞ്ജനെ ഞാൻ ചതിക്കില്ല. ആർക്കും ഒറ്റുകൊടുക്കുകയില്ല. സുധി,
ജയന്തി, ഏട്ടൻ പറഞ്ഞപ്പോ പരിഹസിച്ച് തള്ളി. എന്നിട്ടിപ്പോ എന്തായി? അവനും അവളും രാവിലെ പോയത് അതിനായിരുന്നു, ഏതോ ഒരു അവിഹിത ഗർഭം ഉണ്ടായ പെണ്ണിനെ കാണാൻ. അവൻ അവളെ ഗർഭിണി വേഷം കെട്ടി അഭിനയിപ്പിക്കട്ടെ. ഒടുവിൽ ആ ഗർഭം വായുവിലലിയും. സംഭവിക്കാൻ പോകുന്നത് അതാ. വിശ്വേട്ടന് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എവിടെ അങ്ങനെ ഒരു പെണ്ണിനെ അവൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ഇനിയും ഉണ്ടല്ലോ 3-4 മാസം. വിശ്വനാഥൻ അത് തന്നെ ധാരാളം. എന്താ ജയന്തി? ഏട്ടാ, എന്തുപറ്റി? ഏട്ടൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്താന്ന് പറ. എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഏട്ടാ. ജയന്തി, ഫോൺ ആക്ടിവേറ്റ് ആയോ? ഇല്ല. കഷ്ടം തന്നെ. അച്ചുവെച്ചെ പറ്റി ഒരു വിവരം അറിയാൻ പറ്റിയില്ലല്ലോ. ഇനി നാളെ നോക്കിയാ മതി. അച്ഛനോട് ഫോൺ ചോദിക്കാനും പറ്റില്ല. എന്റെ ഫോൺ എവിടെയെന്ന് അച്ഛൻ ചോദിക്കില്ലേ? കളഞ്ഞുപോയെന്ന് പറയാനും പറ്റില്ല. പുറത്തുപോയ നിന്റെ നമ്പറിലേക്ക് അച്ഛൻ വിളിക്കുന്ന. അതും ശരിയാ. കോൾ അച്ചുവെച്ചേക്ക് ചെല്ലും. ഒരു വഴിയുണ്ട്. പറയടി. അച്ഛന്റെ ഫോൺ എടുത്ത് നിന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് പുതിയ നമ്പർ ഫീഡ് ചെയ്താൽ മതി. നീ ആള് ഭയങ്കര സംഭവം. എന്റെ ബുദ്ധി കൊണ്ടല്ലേ അച്ചുവെച്ചി രക്ഷപ്പെടുത്താൻ നോക്കിയത്. അച്ഛൻ ഊണ് കഴിക്കാനിരുന്ന 1/2 മണിക്കൂർ എടുക്കും. അച്ഛന്റെ ഫോൺ കിട്ടുമെന്ന് നോക്ക്. ഞാനിപ്പോ വരാം. നീ എന്താടി മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നേ? നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തനാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതേടി, ഞാൻ കൊള്ളരുതാത്തവൻ തന്നെ. പേരുദോഷം ഉണ്ടാക്കി വയറും വീർപ്പിച്ച് ഒരുത്തിയെ ചവിട്ടിക്കൊല്ലാതെ ഈ വീട്ടിൽ പൊറപ്പിച്ചില്ലേ? അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണം. കാർത്തിയാനിയുടെ വീട്ടിൽ നിങ്ങൾ അവളെ കൊണ്ട് വിടണ്ടായിരുന്നു. അല്ലടി, അവളെ വേറെ പല നല്ല കുടുംബത്തിനും കൊണ്ടുവിടാം. കാർത്തിയാനെ പോലെ ഒരുത്തി അല്ലാതെ ആരെങ്കിലും അവളെ കൈയേക്കൂടും. അതെന്താടി നീ ആലോചിക്കാത്ത? അല്ലടി മോളെ. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അച്ഛാ. നീ കുറച്ച് കറി കൊണ്ട് ഒഴുക്കി. കിട്ടി. അച്ഛന്റെ ഭാഗം പിടിച്ചെന്നതിന്റെ ഗുണമാ. ഈ നമ്പറിൽ നിന്ന് കോൾ ചെയ്താ അച്ചുവെച്ചി അച്ഛനാന്ന് കരുതി എടുക്കില്ല. നീ ഒരു മെസ്സേജ് ഇട്. കാഞ്ഞ ബുദ്ധിയാ നിനക്ക്. പക്ഷെ ഞാനിത് നല്ല കാര്യത്തിന് ഉപയോഗിക്കും. അതെനിക്കിട്ടൊരു കുത്താണല്ലോടി. അച്ചുവച്ചി, ഞാനാ രേവതി. മോളെ, അച്ഛന്റെ ഫോണിന്നാ. എന്റെ സിം ആക്ടിവേറ്റ് ആയില്ല. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ. കാർത്തികച്ചനോട് സ്നേഹത്തോടെയാ പെരുമാറുന്നത്. ആ ചെവളെ സൂക്ഷിക്കണേ അച്ചുവച്ചി. ആ പേടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഈ അവസ്ഥയിൽ ഞാൻ ആരെ പേടിക്കാനാ? എന്നെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇങ്ങതാ അച്ചുവച്ചി. മോളെ അമ്പിളി, എനിക്കൊന്നും അച്ചുവച്ചിയോട് പറയാൻ കഴിയുന്നില്ല. അത് മോളെ, ഞാൻ പോയ ശേഷം വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ? അച്ചുവച്ചി പോയ ഉടനെ ഞാനും രേവതി ചേച്ചിയും പുതിയ മൊബൈൽ സിം വാങ്ങാൻ പോയി. ആരും വന്നതായി അമ്മ പറഞ്ഞില്ല. എന്താ അച്ചുവച്ചി? ഒന്നുമില്ല മോളെ.
നാളെ എന്റെ ഫോണിൽ നിന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. അച്ഛൻ കഴിച്ചോണ്ടിരിക്കുക. ശരി. നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ അച്ചുവേച്ചി. ശരി അച്ചുവേച്ചി. നിന്റെ നമ്പർ വേഗം മാറ്റ്. നീ വേഷം കെട്ടാൻ തയ്യാറായി നിൽക്കല്ലേ? നിന്നെ പോലൊരു പെണ്ണ് ഇത്ര കഥപ്പതിക്കാമോ? ഒരു കണക്കിന് ശ്രുതി പറയുന്നത് ശരിയല്ലേ? ഏത് കണക്കിന് പറയടി? ഏത് കണക്കിന് അവൻ പറയുന്നത് നിനക്ക് ശരിയാവുന്നത്? ദത്തെടുക്കുന്ന കാര്യം പുറത്താരും അറിയാതിരിക്കാനല്ലേ ശ്രുതി ശ്രമിക്കുന്നത്? എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതല്ലേ ആ കുഞ്ഞിനും ഞങ്ങൾക്കും നല്ലത്. അതിനു മുമ്പ് അവൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നീ അന്വേഷിച്ചോ? ആരെയും കാണാൻ വരില്ലെന്ന് ശ്രുതി ശാഠ്യം പിടിച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നിന്നോട് എനിക്ക് സഹതാപോ തോന്നുന്നത്. ഒരു ജഡ്ജിയുടെ മകളല്ലേ നീ? പോരാത്തതിന് അഡ്വക്കേറ്റും. എന്തിന് തെളിവ് തേടുന്നവരല്ലേ നിങ്ങള്? എന്നിട്ട് ജീവിതത്തെ ഇങ്ങനെയാണോ നോക്കിക്കാണുന്നത്? ശ്രുതിയിൽ നിന്നൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇതെന്റെ ജീവിത പ്രശ്നമാണെന്ന് അമ്മ പറയാതെ തന്നെ എനിക്കറിയാം. ഞാനൊരു മണ്ടിയൊന്നുമല്ല. നന്നായി ഞാനും ചിന്തിച്ചു. എന്റെ മുന്നിൽ 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, ശ്രുതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്ന വഴി. ഒരു ജോയിന്റ് പെറ്റീഷനിലൂടെ 6 മാസത്തിനുള്ളിൽ എനിക്ക് പിരിഞ്ഞു പോകാൻ കഴിയും. നീതി എന്റെ ഭാഗത്താ. കഴിവില്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ കോടതി ഒരിക്കലും പറയില്ല. ഒരു കൗൺസിലിംഗ് പോലും വേണ്ട ഡിവോഴ്സ് കിട്ടാൻ. അതിന്റെ ഫലം അനുഭവിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ സുധിയുടെ ജീവിതം എവിടേക്ക് പോകുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാലോ. ഒരിക്കലും അമ്മ കണ്ടതല്ലേ മകൻ ജീവിതം മദ്യത്തിന് സമർപ്പിച്ചത്. എന്റെ മുന്നിൽ 2ാമത്തെ വഴി എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന സുധിക്കൊപ്പം നിൽക്കുകയാ. ആ വഴി വിട്ടുപോകാൻ എനിക്ക് കഴിയില്ലമ്മേ. ഒരു കുഞ്ഞിനേക്കാൾ ഞാൻ വിലമതിക്കുന്നത് സുധി തന്ന സ്നേഹത്തിനാണെന്ന് വീണ്ടും ഞാൻ പറയുകയാ. നിങ്ങൾ സുധിയെ വിശ്വസിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒന്നെനിക്കറിയാം, സുധി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല ഈ ജീവിതമല്ലാതെ. സുധിയെ ചതിക്കുകയാണെങ്കിൽ ചതിച്ചോട്ടെ, എനിക്ക് പരാതി ഉണ്ടാവില്ല. ഇവിടെ എന്നല്ല, എന്നും നിറഞ്ഞൊരു സുധിക്കൊപ്പം നിൽക്കും ഒരു നല്ല ഭാര്യയായി. ഈശ്വര, സുധിയുടെ നമ്പർ. രേവതിയുടെ നമ്പർ എങ്ങനെ സുധിക്ക് കിട്ടി? ഹലോ, രേവതിയല്ലേ? ഹലോ, ഞാൻ ദിനേശിന്റെ ഫ്രണ്ടാ. രേവതിയുടെ നമ്പർ ദിനേശിനാ തന്നത്. ഹലോ,
രേവതി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഹലോ ഹലോ രേവതി, ഹലോ. സുധി ആരെയാ വിളിക്കുന്നേ? ഒരു രേവതിയുടെ പേരിലാണല്ലോ വിളി. അതെന്റെ ഒരു പരിചയക്കാരന്റെ വൈഫാ. ദിനേശന്റെയോ? അതെ, ദിനേശന്റെ. ദിനേശനല്ലേ ആക്സിഡന്റ് ആയപ്പോ സുധി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അവൻ തന്നെ. അവനും വൈഫും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി. അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ അവൻ എന്നോട് പറഞ്ഞു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കോംപ്രമൈസിനെ കണ്ടുപിടിച്ച ആള് കൊള്ളാം. രേവതി, സുധിയുടെ മുഖത്തൊരു പരിങ്ങലുണ്ട്. ഒരു വെളിപ്പാടകലെ സുധിയുണ്ട്. എന്നിട്ടും ഒന്നും സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല.